നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. കാരണം കേരളത്തിൽ ഇതുവരെ ലഭിച്ചത് വേനൽ മഴ റെക്കോർഡ് മഴയാണെന്നുള്ള സൂചന ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അധിക മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഇനിയുള്ള ഒരു വർഷം എന്തായിരിക്കും? തകർത്ത് പെയ്യുകയാണോ, ദുഃഖത്തിലാഴ്ത്തുകയാണോ, കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണോ? ഈ സീസണിലെ മൺസൂൺ പ്രവചനം പുറത്തു വന്നതിന് പിന്നാലെ പല ആശങ്കകൾ ഉയരുകയാണ്. അതിനിടയിൽ തന്നെ വേനൽ ചൂടിനിടയിൽ ആശ്വാസമായിട്ടാണ് മഴ പെയ്യുന്നതെങ്കിലും പലയിടത്തും അത് വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. കൊല്ലത്തടക്കം ഇന്ന് സംഭവിച്ചത് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കേരളത്തിലെ 4 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇനി വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. വരുന്ന 5 ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യത പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വർഷത്തെ ആദ്യത്തെ മൺസൂൺ സീസൺ പ്രവചനം പുറത്തുവിട്ടിരിക്കുന്നത്. സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയായിട്ടുള്ള സ്കൈമെറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നത്. 2025 മൺസൂൺ മാസത്തിൽ രാജ്യത്ത് സാധാരണ നിലയിൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസ കാലയളവിൽ സാധാരണഗതിയിൽ ലഭിക്കുന്ന ശരാശരിയായ 868.6 മില്ലിമീറ്റർ മഴയായിരിക്കും കിട്ടുക. പശ്ചിമഘട്ടത്തിലെമ്പാടും, പ്രത്യേകിച്ച് കേരളം, തീരദേശ കർണാടക, ഗോവ മേഖലകളിലൊക്കെ സാധാരണഗതിയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ മഴ, അധിക മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലെ മലയോര സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ സീസണിൽ സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ മഴ കിട്ടുമെന്നാണ് പ്രവചനത്തിൽ പറയുന്നത്. ഈ സീസണിലെ ലാനിന പ്രതിഭാസം ദുർബലവും ഏറ്റവും കുറഞ്ഞ കാലഘട്ടത്തിലുള്ളതുമായിരുന്നു. ലാനിനയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ തന്നെ മൺസൂൺ സീസണെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതേസമയം സാധാരണയായി മൺസൂണിനെ ദുർബലമാക്കുന്ന എൽനിനോയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പ്രവചനത്തിൽ പറയുന്നത്. എൽനിനയും എൻസോയും, അതായത് എൽനിനോ സദേൺ ഓസിലേഷൻ മൺസൂണിനെ സാധാരണ നിലയിലാക്കാൻ സഹായിക്കും. എൻസോ ന്യൂട്രലും പോസിറ്റീവ് അയോഡിയും ഇന്ത്യൻ ഓഷൻ ഡൈപോൾ, അതായത് ചേർന്നുകൊണ്ട് മൺസൂൺ മികച്ചതാക്കാനുള്ളൊരു സാധ്യത ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. മൺസൂണിൻ്റെ 2ാം ഘട്ടത്തിൽ കൂടുതൽ മഴ കിട്ടാൻ അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ടെന്നാണ് സ്കൈമെറ്റിൻ്റെ വിദഗ്ധ സംഘം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അയോഡി ഇപ്പോൾ സന്തുലിതാവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ആകട്ടെ ഇപ്പോൾ സന്തുലിതാവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. മൺസൂൺ തുടങ്ങുന്നതിന് മുൻപ് പോസിറ്റീവായി മാറാനുള്ളൊരു സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ലാനിനയിൽ നിന്ന് എൻസോ ന്യൂട്രലിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം കാരണം മൺസൂൺ തുടക്കത്തിൽ തന്നെ ഏറെ ശാന്തമായിരിക്കും. സീസണിൻ്റെ പകുതിയിൽ വെച്ച് ഇത് ശക്തി ആർജിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ വരുമ്പോൾ ഇനി മഴ ശക്തമാകുമെന്ന് പറയുമ്പോഴാണ് കൊല്ലം കൊട്ടിയെത്തുന്നുണ്ടായ ഒരു സംഭവം ഏവരെയും ഞെട്ടിക്കുന്നത്. ശക്തമായ മഴയിൽ ദേശീയപാതയിലുണ്ടായ വെള്ളക്കെട്ടിൽ രാവിലെ മുഴുവൻ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനേറെ പറയുന്നു, ബൈക്ക് മുതൽ KSRTC ബസ് വരെ മുങ്ങിക്കിടന്നു. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന കൊട്ടിയം സിത്താര ജംഗ്ഷനിലെ സർവീസ് റോഡിലാണ് ഇങ്ങനെ ഒരു ദുരിത അനുഭവമുണ്ടായത്. KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി. റോഡിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഓടകൾ അടഞ്ഞുകൂടിയതിനാൽ വെള്ളം ഒഴുക്കി പോകാൻ പോലും ഇടയില്ലാതായി. മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ എത്തിച്ച് വെള്ളം ഒഴുക്കിവിടാനുള്ള മാർഗമൊരുക്കിയതോടെയാണ് യാത്രാക്ലേശത്തിന് പരിഹാരമെങ്കിലും കണ്ടെത്താനായി കഴിഞ്ഞത്. ഇത്തരത്തിൽ മഴ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദേശീയപാത നിർമ്മാണം അടക്കം നടക്കുമ്പോൾ പല റോഡുകളും ഇതുപോലെ വെള്ളത്തിനടിയിലാകുമെന്ന ഭയം നാട്ടുകാരെ വലയ്ക്കുന്നുണ്ട്. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് യാത്രക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണവും. എന്തായിരുന്നാലും ഇതിൽ ഉടൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ഈ കൂട്ടത്തിൽ നൽകുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.4 മീറ്റർ മുതൽ 1 മീറ്റർ വരെയും, ആലപ്പുഴ തീരത്ത് നാളെ ഉച്ചവരെ 0.6 മുതൽ 0.8 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.
കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുകയും വേണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകമായി പാലിക്കേണ്ട മുന്നറിയിപ്പുകൾ അത് നൽകിയിട്ടുണ്ട്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കുക. മുന്നറിയിപ്പുകൾ കേന്ദ്രം പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തണം. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തണം. അതോടൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം. വൈദ്യുതോപകരണമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് ഒരു കാരണവശാലും പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ കെട്ടിവെക്കണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം. ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കും. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടുള്ളതല്ല. കാർമേഘം കണ്ട് തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ അവസാനിപ്പിച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകുകയും അരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാനുള്ള കാരണമായേക്കും. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണ് ഉള്ളതെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി വെച്ച് പന്ത് പോലെ ഉരുണ്ടിരിക്കണം. ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാവുന്നതാണ്. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവി നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്തേക്കാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് അതുകൊണ്ട് തന്നെ ഉടനടി വൈദ്യസഹായം എത്തിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.